കൊന്നിയിൽ പാറ ഇടിഞ്ഞു വീണ അപകടമുണ്ടായ ചെങ്കുളത്ത് ക്വാറിയുടെ പ്രവർത്തനം നിരോധിച്ചു. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ക്വാറിക്കുള്ളിൽ പ്രവേശനത്തിന് നിരോധനം ഏർപ്പെടുത്തി. അപകടകരമായി പാറ ഇളകി വീഴുന്നതിനാലാണ് നടപടി. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എന്തായാലും ക്വാറിയുടെ പ്രവർത്തനം നിരോധിച്ചിരിക്കുന്നു. അടിയന്തര ഇടപെടൽ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ജീവൻ പണയം വെച്ച് മാത്രമേ ഈ ക്വാറിയുടെ സമീപ പ്രദേശങ്ങളിൽ നിലയുറപ്പിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ക്വാറിയുടെ പ്രവർത്തനത്തിന് ജില്ലാ ഭരണകൂടം അടിയന്തരമായി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാറയുടെ വിവിധ ഭാഗങ്ങളിൽ, ക്വാറിയുടെ വിവിധ ഭാഗങ്ങളിൽ പാറകളിൽ വിള്ളൽ ഉണ്ട്. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ ഇന്ന് വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ആ മൃതദേഹം കണ്ടെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാനും സാധിച്ചത്. ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്തും ക്വാറിയുടെ വിവിധ മേഖലകളിൽ നിന്ന് വലിയ ശബ്ദത്തിൽ പാറ വിണ്ടുകീറി താഴേക്ക് പതിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള അപകട സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് ക്വാറിയുടെ പ്രവർത്തനത്തിൽ നിരോധനം ഏർപ്പെടുത്തുകയും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് അല്ലാതെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്കും ഒപ്പം മറ്റ് ഉദ്യോഗസ്ഥർക്കും അല്ലാതെ മറ്റ് സാധാരണ പൊതുജനങ്ങൾക്കും എല്ലാം ഈ ക്വാറിക്കുള്ളിലേക്ക് നിരോധനവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരപ്രകാരം നാളത്തെ രക്ഷാദൗത്യം ഏറ്റവും ശ്രമകരമായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. കാരണം ഈ ക്വാറിയുടെ വിവിധ ഭാഗങ്ങളിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിൽ പാറകൾ ഇടിഞ്ഞു വീഴുന്നതിനുള്ള സാധ്യത നാളെ ഉണ്ട് എന്നാണ് അഗ്നിരക്ഷാസേനകളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ നാളത്തെ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ, രാവിലെ മഴയുണ്ടെങ്കിൽ അതെല്ലാം രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും. അപകടാവസ്ഥ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ഈ ക്വാറിയുടെ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട്. ഏത് സമയം വേണമെങ്കിലും ഈ ക്വാറിയുടെ വിവിധ മേഖലകളിൽ നിന്നും പാറകൾ, വലിയ പാറക്കല്ലുകൾ ഉരുണ്ട് താഴേക്ക് നിലം പതിക്കുന്നതിനുള്ള സാധ്യത നിലനിൽക്കുന്നുമുണ്ട്. അപകട സാധ്യത മേഖലയാണ്. അതുകൊണ്ടാണ് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഈ ക്വാറിയുടെ പ്രവർത്തനം പൂർണ്ണമായും ജില്ലാ കളക്ടർ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും രക്ഷാപ്രവർത്തകർക്കും മാത്രം ക്വാറിക്കുള്ളിലേക്ക് പ്രവേശനം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. പത്തനംതിട്ടയിൽ ഒരാളുടെ മരണത്തിന് ഇടയാക്കിയ ക്വാറിയുടെ പ്രവർത്തനം ജില്ലാ ഭരണകൂടം നിരോധിച്ചു. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.